ഫോണിനകത്ത് വെള്ളം പോകുമ്പോഴേ അത് റെഡിയാവും. അടിച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഫോണിൻ്റെ ചാർജ് തീരാനായി 27. ലൊക്കേഷനും ഇതും കൂടെ കുത്തിയിടണം. ഇനി അതിനകത്ത് കുത്തിയിടണം. മഴ ആയതുകൊണ്ട് ഞാൻ ലൊക്കേഷനൊന്നും എൻ്റെ ഫോൺ ഞാൻ പൊക്കത്തിൽ ആ ബിൽഡിംഗ് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതുവഴി വന്നത് ആ വർഷം ഇതാടാ ഇവിടെ നമുക്ക് ഇടത്ത് സൂം ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഒരു കയ്യിൽ കവർ ഇത് പിടിച്ചേക്കുന്നുണ്ട്. എല്ലാം ഇതാടാ തേയിലത്തോട്ടമാടാ. ടീ ഫാക്ടറി ശൂപ ഇതുണ്ടോ? ശൂപ മഴയൊന്ന് നിർന്നപ്പോൾ ഇച്ചിരി ആശ്വാസമുണ്ട്. പക്ഷേ മഴ കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാതെ ഞാൻ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെയ്യുക നമ്മൾ മഴയ്ക്ക് മുന്നേ വീട്ടിലെത്തണം. പരിപാടി ഉണ്ട്, അതിന് പോകണം. പോകാതിരിക്കാൻ പറ്റത്തില്ല. എന്തായാലും 6 മണിക്ക് മുന്നേ എത്തിയാൽ ഇതൊക്കെ നല്ല തണുപ്പ്. അപ്പുറത്ത് കൂടെ ഇവിടെ ആ പവർ ബാങ്ക് അതിനകത്തിരിപ്പുണ്ടോ? ആ മറ്റേ കവറിനകത്തുണ്ടല്ലോ. വണ്ടി എവിടെയെങ്കിലും ഒന്ന് നിർത്തും. ഇവിടുന്ന് വിട്ടിട്ട് നമുക്ക് ഇച്ചിരി ഒതുക്കി നിർത്തി പവർ ബാങ്ക് എടുത്തൊന്ന് കുത്തിയിടാൻ വേണ്ടി. അടുത്ത യാത്ര ഉണ്ട്. ഇപ്പോഴല്ല, 2-3 ദിവസം കഴിഞ്ഞ് നമുക്ക് അതിനെ വണ്ടി ഒന്നുകൂടെ സെറ്റാക്കാനുണ്ട്. അതിൻ്റെ എൻജിൻ ഓയിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം. നമുക്ക് ശരിയാക്കിയിട്ട് അതേ ബൈക്ക് പോകുന്ന വെള്ളവും. ഞാൻ പവർ ബാങ്ക് എടുത്ത് ഫോൺ കുത്തി ഇത് മാപ്പ് അതിനകത്ത് ലൊക്കേഷൻ എടുത്ത് കായംകുളം അടിച്ചോളൂ. നമ്മളിവിടെ നിർത്തിയിരിക്കുന്നത് ഇതുണ്ടോ? ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ചിലമ്പരം മെമ്മോറിയൽ സ്കൂളാണെന്ന് തോന്നുന്നു. അവിടെ സ്കൂള് പിള്ളേർ ഇതൊക്കെ ഉണ്ടെന്ന് സൗണ്ട് കേൾക്കുന്നു. എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ചയല്ലേ, ഇന്ന് ഇവനെ വിട്ടില്ല സ്കൂളിൽ. ഇവൻ +2. നീ എന്തിനാടാ പഠിക്കുന്നത്? എല്ലാവരും ചെയ്യും. നീ എന്തിനാടാ പഠിക്കുന്നത്? കേൾക്കുന്നില്ല? ബയോളജി സയൻസ്. അവർക്ക് കായംകുളം അടി. നമ്മൾ ചാർജിങ് ഒക്കെ കുത്തി ഈ വണ്ടി അവിടെ നിന്ന് വിടുക. ലൊക്കേഷൻ അവൻ്റെ ഫോണിൽ ഇട്ടിട്ട് കറക്റ്റ് ആവുന്നില്ല. അപ്പോൾ എൻ്റെ തന്നെ വെച്ച് ഇതിൽ തന്നെ ലൊക്കേഷൻ നോക്കണം, വീഡിയോ എടുക്കണം. ഭക്ഷണം എന്തെങ്കിലും കഴിക്കണ്ടേടാ? ഇപ്പോൾ വേണ്ടേ? അല്ല, നിനക്ക് വേണം ഭക്ഷണം. വേണമെങ്കിൽ നമുക്ക് മേടിക്കാം. കേട്ടില്ല? കടയാ? അത് നോക്കാം. ഭക്ഷണം വേണമെന്ന് തീരുമാനിച്ചാലല്ലേ പിന്നെ അത് നോക്കാൻ പറ്റത്തുള്ളൂ. എന്നാലും മാപ്പി വിളിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാനെന്ന് പറഞ്ഞില്ലേ. അവിടെ കൂടെ ഉണ്ടോ? അത് നമ്മളങ്ങോട്ട് പോകുമ്പോൾ കൂടെ കാണും. സ്കൂളായിട്ട് യാസിനെ ചെറുതായിട്ടാ, കൊഞ്ചം അല്ലേ? നമ്മളിത് അവിടുന്ന് മെയിൻ ഇവിടുന്ന് നമുക്ക് പോകേണ്ടതിൽ അങ്ങോട്ടാടാ. വാഗമണ്ണ് കട്ടപ്പന. നമുക്കിത് ഇങ്ങനെ പോകും. പഴയ പോലീസ് വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല മകനെ. ശ്രദ്ധിച്ചു പോണേ കേട്ടോ. വെള്ളം നല്ല തണുപ്പ് അല്ലേ യാസിനെ?
അല്ലേ ഇടാ കഴിച്ച നമ്മളല്ലേ എരിവുള്ളല്ലേ എരിവുള്ള മലീസ് കഴിച്ചു. അപ്പോൾ ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയില്ല, നല്ല മഴയായിരുന്നു. ഇപ്പം മഴ അങ്ങനെയില്ല, ചാറുന്നുണ്ട്. പക്ഷെ ഞാൻ ഫോൺ സേഫായിട്ട് പിടിച്ചിരിക്കുക, അതുകൊണ്ട് ധൈര്യമായിട്ട് ഇല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പാടാം. ഇവിടെ ആ വണ്ടിയുടെ ഒന്നൊക്കെ ഫ്രണ്ടിൽ കയറല്ല, ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ട് പോകാം, കാരണം അതിന് വെള്ളം അടിച്ചിട്ട് എറിക്കുന്നുണ്ട്. ക്യാമറയിലോട്ട് വന്ന് മുഖത്തും യാത്ര. ഡിസ്കവർ അല്ലേ അത്, ഡിസ്കവർ മോഡിഫൈ ആക്കിയുണ്ട്. നമുക്കും ഉണ്ടായിരുന്നൊരു ഡിസ്കവർ KL03R11, അല്ല 3 അല്ലേ, KL04R1137. ഏടാ അതാ പഴയ മോഡലാ. അത് ആനവണ്ടി വരുന്നു, ആനവണ്ടി. വളഞ്ഞമങ്കാനം വെള്ളച്ചാട്ടം. ട്രെയിനോ? സിപ്പ് ലൈൻ. ആ ഞാൻ കണ്ടത്, ഞാൻ കണ്ടു ഞാനത്. അതൊക്കെ പോണേ കേട്ടോ, നമുക്ക് കോടമഞ്ഞ ഉണ്ടാകും അപ്പുറത്തുള്ള ഇത് കണ്ടോ. നമ്മൾ നേരത്തെ വന്നപ്പോൾ ഇവിടെ എല്ലാം മൂടിയേക്കുമായിരുന്നു അല്ലേ, കോട മൂടി മഴയുമായിരുന്നു. അപ്പോൾ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒന്ന് സ്ലോ ചെയ്ത് ഡിസ്കവറൊക്കെ സമയത്തും എല്ലാം അങ്ങനെയായിരുന്നു. ഞാൻ വണ്ടിയുടെ വാക്കുകളെടുത്ത് വാക്ക് കൊടുക്കും, എവിടോട്ട് പോയാലും എനിക്കും പോകണം വാക്കിലോട്. അതും ഫ്രണ്ടിൽ ഇരുന്ന് ആക്സിലേറ്റർ പിടിക്കണം. വാപ്പി എൻ്റെ പകുതി ആക്സിലേറ്റർ പിടിപ്പിച്ച് ഓടിപ്പിക്കുകയെന്ന് വെച്ചാൽ അങ്ങനെയല്ല, വാപ്പിയാണ് ഓടിക്കുന്നത്, ഞാൻ കൈ പിടിച്ചങ്ങനെ എല്ലാവരും അങ്ങനെ. പക്ഷേ എനിക്ക് അന്ന് മുതലേ വണ്ടിപ്പുരണ്ട, വണ്ടി എന്ന് വെച്ചാൽ അപ്പം വണ്ടിയായിട്ട് പിന്നെ യാത്രയാണല്ലോ. അപ്പോൾ പിന്നെ ഈ എല്ലായിടം കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കൂടുതലും കോടമഞ്ഞ് ഇങ്ങനെ ചുരം കയറുന്ന അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൂടുതൽ പ്രത്യേകിച്ച് അതിനകത്ത് ഇറങ്ങുന്നില്ല, ഞാൻ എൻ്റെ എനിക്ക് ഇറങ്ങാൻ പേടിയാണ്. അവിടെ അല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എപ്പോഴും അതിൻ്റെ ഇടയ്ക്കാണ് വെള്ളച്ചാട്ടത്തിൻ്റെ കാര്യം പറഞ്ഞത്, അത് പറഞ്ഞു. അതുകൊണ്ടൊക്കെ യാത്രയെ ഓരോ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം, എല്ലായിടം കാണണം, എല്ലായിടം പോകണം. കൂടുതൽ ഇഷ്ടം ബൈക്കിൽ പോകുന്നതാണ്. അതിൻ്റെ ഒരു വൈബ്, ആ ഒരു രസമൊന്നും വേറെ തന്നെയാണ്. അത് നമ്മളങ്ങനെ പുൽതുല്ലും കുറച്ച് ദിവസമായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇപ്പോൾ യാത്ര മൊത്തം ഓപ്പോസിറ്റ് കോടുണ്ട് മനസ്സിലായി. ഇനിയിപ്പോല്ലേ ഞാൻ നിൻ്റെ അടുത്തോട്ട് വരും. ഇവിടെയൊക്കെ നമ്മളൊന്നും നല്ല കോടയില്ലായിരുന്നു നേരത്തെ. ഇറങ്ങി അങ്ങോട്ട് പോയില്ലേ.
അയ്യേ പോയി, അയ്യേ പോയി. 2 ഹോൺ എടുത്തിട്ട് നമുക്ക് കാറും ബൈക്കും ഉണ്ട്. ഒരു സൈഡില് ബൈക്ക്, ഒരു സൈഡിൽ കാറും. നമ്മളത് ഫോണിന് എന്തോ സംഭവിച്ചെന്നൊന്ന് നോക്കണം. അടിക്കല്ലേ അടിക്കല്ലേ കൈ. ആദ്യം ഇതൊന്ന് ഊരി വിട്ടിട്ട് നോക്കാം. ഇനിയൊന്നും അടിച്ചേ അടിക്കുന്നില്ലല്ലേ? വെറുതെ അടിക്കല്ല, അതിൻ്റെ ഇത് ബാറ്ററി ഇതാണ്. താക്കോൽ ഓഫ് ചെയ്യും. ഓണാക്കല്ലേ? നല്ല ചൂട്. എന്തുവാ നല്ല ചൂടൊന്നും. ഇനി ഒന്ന് ഓണാക്കി അടിച്ചു നോക്കി. കൈ കൊടുത്തിട്ട് ഫോൺ അടിക്കുമ്പോൾ വരുന്നുണ്ട്. മതി മതി മതി. വാടാ നമുക്ക് കയറാൻ.